നമസ്തേ. പണ്ടെപ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് ചോദിക്കാറുണ്ടായിരുന്നു, ചില ദിവസങ്ങൾ വളരെ സന്തോഷം, ചില ദിവസങ്ങൾ ദുഃഖം. എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ? ചില സമയങ്ങളിൽ വളരെ ഞെരുക്കം അനുഭവപ്പെടുന്നു, ചില സമയങ്ങളിൽ സന്തോഷം അനുഭവപ്പെടുന്നു. അപ്പോൾ ഞാൻ വളരെ ചിന്തിച്ചു. പ്രത്യേകിച്ച് ഉത്തരവൊന്നും അന്നേരം കിട്ടിയില്ല. പക്ഷെ പിന്നീട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെയും മറ്റുള്ളവരുടെ ജീവിതത്തിനെയും നിരീക്ഷിക്കുന്ന സമയത്ത്, നമ്മളൊരു ഒബ്സർവറായി നിന്നുകൊണ്ട് നോക്കിക്കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ് എന്നുള്ളത്. പണ്ടൊക്കെ ആളുകൾ അത് പറയുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് അർത്ഥം പെർസീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നമ്മൾ കൂടുതൽ ഇൻട്രോസ്പെക്റ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ ഈസി ആയിട്ട് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ വളരെയധികം ഞെരുക്കം അനുഭവപ്പെടുന്നു. ഇന്നത്തെ ആധുനിക തലമുറയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മാർക്ക് കുറയുന്നതിന്, അല്ലെങ്കിൽ അധ്യാപകർ വഴക്ക് പറഞ്ഞതിന്, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒറ്റപ്പെടുത്തിയതിന്, അല്ലെങ്കിൽ ആവശ്യത്തിന് പണമുണ്ടാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കുറച്ച് കടം കയറിപ്പോയി, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തകർന്നുപോയി, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ആളുകൾ വളരെയധികം ദുഃഖിക്കുകയും അതുപോലെ തന്നെ പലരും ജീവിതം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹെഡോണിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ മാതാപിതാക്കൾ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടിക്കാലത്ത് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. കഷ്ടപ്പാടുകളുടെ ഇടയിലൂടെ അവർ വളർന്നു വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ കഷ്ടതകളൊന്നും എൻ്റെ കുട്ടി അനുഭവിക്കാതിരിക്കാനായിട്ട് അവർ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് അവർ മറന്നുപോയി യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായിട്ട് എക്സ്പോസ് ആകുന്ന സമയത്ത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം മാത്രം എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളൊരു കാര്യം അതവർ മിസ്സായി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള തിരിച്ചടികൾ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കുട്ടികളുടെ മനസ്സിന് കട്ടിയില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ലോലഹൃദയരായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അവർ ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യവും ആസ്വാദനത്തിലുള്ള അവസരങ്ങളും കൊടുക്കുന്ന സമയത്ത് മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജീവിതത്തിൽ ഞെരുക്കം വരുന്ന സമയത്തും ഞാൻ എൻ്റെ കുട്ടിയെ ട്രെയിൻ ചെയ്തിരിക്കണം എന്നുള്ളത്. കുട്ടികളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, ജീവിതത്തിൽ ഞെരുക്കം വരുന്ന സമയത്ത് ആകെ അടികിട്ടി തളർന്നുപോയി, അല്ലെങ്കിൽ എല്ലാം നശിച്ചുപോയി, കടം കയറി, അല്ലെങ്കിൽ പ്രത്യേകിച്ചുണ്ടായിരുന്ന ഒരു പ്രണയബന്ധം നശിച്ചുപോയി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ സുഹൃത്തുക്കൾ അകന്നുപോയി, ഒറ്റപ്പെടുകയാണ്, ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് അതിൻ്റെ സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്? ആത്മീയമായിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന് ഇത്തരത്തിലുള്ള ഞെരുക്കം വരുന്ന സമയത്ത് ഹൗ ക്യാൻ ഐ ഇൻ്റർപ്രറ്റ് സ്പിരിച്വലി? ആത്മീയമായിട്ട് നമുക്കതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും നമ്മളുടെ ഈ വീഡിയോ വളരെയധികം വെളിച്ചം വീശുന്നതും അതുപോലെ തന്നെ ഒരുപക്ഷെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഞെരുക്കത്തിൽ കഴിയുന്ന അവസ്ഥകളിൽ നിന്ന് യഥാർത്ഥത്തിൽ അവിടേക്കുള്ള വെളിച്ചം നൽകുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില സത്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറയുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിൽ ഞെരുക്കം വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത്, ഒരു കയറ്റത്തിന് ഒരു ഇറക്കം എന്ന് പറയുന്നത് പോലെ ഒരു ഞെരുക്കത്തിന് ഒരു അയവ് അല്ലെങ്കിൽ ഉയർച്ചയുടേതായിട്ടുള്ള ഒരു അവസരമുണ്ട് എന്നുള്ളതാണ്. ഇത് ഞെരുക്കം വരുന്ന സമയത്ത് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് ചില വീക്ഷണങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഞെരുക്കാവസ്ഥകളിൽ നമ്മുടെ ജീവിതം പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്തും നമുക്ക് മറ്റുള്ളവരെ കുറിച്ചും മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിലെ ഞെരുക്കം എന്ന് പറയുന്നത് ഒരു പരീക്ഷണ അവസ്ഥയാണ്. അവിടെ ഫിറ്റസ്റ്റ് ആയിട്ട് നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഫിറ്റസ്റ്റ് ആയിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഈ പരീക്ഷണ ഘട്ടത്തിനെ അതിജീവിക്കുന്ന ഫിറ്റസ്റ്റുകളുടെ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ്. ഞെരുക്കം കൊടുക്കാതെ ജീവിതം ഒരിക്കലും ആരെയും വളർത്തിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഞെരുക്കമില്ലാത്ത ജീവിതം ഒരാളെയും വളർത്തിയിട്ടില്ല. ജീവിതത്തിലെ ഓരോ ഞെരുക്കത്തിന് ശേഷവും തീർച്ചയായിട്ടും ഉയർച്ചയുടെ ഒരു കയറ്റമുണ്ടായിരിക്കും. നമ്മൾ ക്ഷമയോടെ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞെരുക്കമുള്ള സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു കാര്യം. കാരണം വരാനിരിക്കുന്നത് വന്നിട്ടില്ല, ഇന്നലകളിലേക്ക് തിരിച്ചു പോകാനായിട്ടും സാധിക്കില്ല. നമ്മുടെ പ്രസന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള മിഥ്യയ്ക്കപ്പുറമുള്ള അവസ്ഥ. ഞെരുക്കത്തിന് ശേഷമുള്ള ഓരോ ഉദയവും നമുക്ക് രാത്രി കഴിഞ്ഞ് പകൽ വരുന്നത് പോലെയാണ്, അല്ലെങ്കിൽ രാത്രി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു വരുന്നത് പോലെയാണ്. ഇത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു സ്വഭാവമാണ്. ഈ സൈക്ലിക്കൽ നേച്ചർ നമുക്ക് എല്ലാ മേഖലകളിലും കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞെരുക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെട്ടത് കൊണ്ട് കാര്യമില്ല, അത് ഉയർച്ചയുടെ മുന്നോടിയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ആ സമയത്ത് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും വിജയം ഉണ്ടാകും എന്നുള്ളതാണ്. ഞെരുക്കത്തിന്റെ സമയമാണ് നമ്മൾ മനുഷ്യരുടെ, നമ്മുടെ ചുറ്റിനുള്ള ആളുകളുടെ യഥാർത്ഥ മുഖം കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിട്ടുള്ള ഒരു അവസരം. ആ സമയത്ത് പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ചുറ്റിനുള്ള ആളുകൾ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഞെരുക്കത്തിൽ നിന്ന്, അല്ലെങ്കിൽ തകർച്ചയുടെയും ബുദ്ധിമുട്ടിന്റെ സമയത്ത് സ്വയം ഇൻട്രോസ്പെക്ട് ചെയ്ത് റിഫ്ലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മളെ സ്നേഹിക്കുന്നവർ ആരൊക്കെയാണ്, അല്ലെങ്കിൽ സ്വാർത്ഥപരമായിട്ട് നമ്മളോടൊപ്പം നിന്ന ആളുകൾ ആരൊക്കെയാണ്,
സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റു പല രീതിയിലും നിങ്ങൾ ഞെരുക്കത്തിൽ ആയിരിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ സഹായിക്കാനായിട്ടുള്ളത്, ആർക്കൊക്കെയാണ് നിങ്ങളുടെ ഒപ്പം നിൽക്കാനായിട്ട് സാധിക്കുന്നത്, സാമ്പത്തികമായിട്ടല്ലെങ്കിലും മാനസികമായിട്ടുള്ള പിന്തുണയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും. ജീവിതത്തിൻ്റെയും ബന്ധങ്ങളുടെ ഒരു ഇവാലുവേഷൻ തന്നെയാണ് ഈ ഒരു ഫേസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാർത്ഥത കൊണ്ട് നമ്മുടെ ഒപ്പം നിന്നവർ ആരൊക്കെയാണെന്നുള്ളതും യഥാർത്ഥത്തിൽ നമ്മളോട് ആർക്കൊക്കെയാണ് കൂറുള്ളത് എന്നുള്ളതും ഈ ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഞെരുക്കത്തിലാകുന്ന സമയത്ത് മാത്രമല്ല, മറ്റുള്ള ആളുകൾ ഞെരുക്കത്തിലാകുന്ന സമയത്തും പലപ്പോഴും നമുക്ക് അവരുടെ യഥാർത്ഥ മുഖം ദർശിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മനുഷ്യന് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അവൻ്റെ യഥാർത്ഥത്തിലുള്ള മുഖം തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ചെറിയ ചെറിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥകളോട് ആളുകൾ പ്രതികരിക്കുന്നത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെങ്ങനെയാണ് ഡീല് ചെയ്യുന്നതെന്നുള്ള ഏകദേശത്തിലുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, തങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ആളുകളുടെ പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ചില ആളുകൾ വളരെ ക്ഷമയോടുകൂടി ശാന്തമായിട്ട് പോകും, ചില ആളുകൾ ബാലൻസ്ഡ് ആയിട്ട് പോകും, ചില ആളുകൾ വളരെ അഗ്രസീവായിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് അയാളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം അല്ലെങ്കിൽ വ്യക്തിത്വം പുറത്തു വരികയാണ്. സമ്മർദ്ദം വന്നിട്ടുണ്ടെങ്കിൽ മുഖം മാറുന്നവരെയും ശാന്തത കൈവരിക്കുന്നവരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങൾ ഒരു റിഫ്ലക്റ്റീവ് മിറർ അല്ലെങ്കിൽ ഒരു കണ്ണാടി പോലെ പ്രവർത്തിക്കുകയാണ്. നമ്മളിവിടെ യഥാർത്ഥത്തിൽ സെൽഫ് ഇവാലുവേഷനും റിഫ്ലക്ഷനും തന്നെയാണ് നടത്തേണ്ടത്. നമ്മുടെ ലേണിങ്ങിൻ്റെ ഒരു സമയം തന്നെയാണ് യഥാർത്ഥത്തിൽ ഞെരുക്കം എന്ന് പറയുന്നത്. നല്ലപോലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ പഠിക്കുന്ന കാലഘട്ടത്ത് അയാൾ അധ്വാനിക്കുന്നു, പരീക്ഷയുടെ സമയത്ത് അയാൾ അധ്വാനിക്കുന്നു. അങ്ങനെ ആയിരിക്കുന്ന വ്യക്തിക്ക് അതിനുശേഷം ശോഭനമായിട്ടുള്ള ഒരു ഭാവി ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതത്തിലെ ഒരു പരീക്ഷണ ഘട്ടം തന്നെയാണ് ഇത്തരത്തിലുള്ള ഞെരുക്കം എന്ന് പറയുന്നത്. നമുക്ക് ആളുകളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന അടുത്തതായിട്ടുള്ള ഒരു ഘട്ടമാണ് മത്സരത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്. ജോലി സ്ഥലത്തും അല്ലെങ്കിൽ ജീവിതത്തിലുമൊക്കെ പലപ്പോഴും മത്സരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ മത്സരം എന്ന് പറയുന്നത് പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അവതരിക്കും എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും ഈ മത്സരത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളവിടെ മത്സരിക്കുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പെട്ടുപോവുകയാണ്. അപ്പോൾ നിങ്ങളെയും ഒരു മത്സരാർത്ഥിയായിട്ട് തന്നെയാണ് കാണുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ചുറ്റിനുള്ള ആളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ കുറേയേറെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം പുറത്തേക്ക് കാണാനായിട്ട് സാധിക്കും. എത്രമാത്രം അഗ്രസീവാണ്, അയാൾ ചതിക്കുന്ന വ്യക്തിയാണോ, അയാൾക്ക് മറ്റുള്ളവരെയും കൂടെ ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യം വന്ന് കഴിയുന്ന സമയത്ത് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് സ്വയം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു അവസ്ഥയാണ് പണവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ. വേറൊരു വ്യക്തി നിങ്ങൾക്ക് പണം നൽകുന്നു അല്ലെങ്കിൽ നിങ്ങൾ അയാൾക്ക് പണം കൊടുക്കുന്നു. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് വേറൊരു വ്യക്തിയുടെ പണം നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പ്രതീക്ഷിക്കുന്ന റിട്ടേൺ അയാൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ഇത് അടിസ്ഥാനപ്പെടുത്തി അയാളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പണം മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല സമയത്തും ആളുകൾ ഇങ്ങനെ പണം മറ്റുള്ളവർക്ക് കൊടുത്ത് വെട്ടിലാകുന്ന അവസ്ഥകൾ നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. വേറൊരുത്തൻ്റെ പണം നമ്മുടെ കീശയിലേക്ക് വരുവാനും അല്ലെങ്കിൽ നമ്മുടെ പണം മറ്റൊരാളുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനുമുള്ള ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ് ജീവിതത്തിലെ ഈ ഒരു പണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. തൊഴിൽ മത്സരങ്ങൾ, അതുപോലെ തന്നെ ബന്ധങ്ങളിൽ നിന്നൊക്കെ ആളുകളുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പലരും സ്വന്തം ലാഭം നോക്കിയാണ് ബന്ധങ്ങളെ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഞെരുക്കത്തിന്റെ ഘട്ടങ്ങളിൽ ബന്ധങ്ങൾ പരീക്ഷിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലനിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഞെരുക്കത്തിന്റെ സമയത്ത് നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇട്ടിട്ട് പോകുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ച് ഒരു രീതിയിലും ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അവർ സ്വാർത്ഥമതികളായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ഞെരുക്കത്തിന്റെ സമയത്തും നിങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ഉയർച്ചയുടെ സമയങ്ങളിലും നിങ്ങൾ കൈവിടാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. പ്രസിദ്ധമായിട്ടുള്ള ഒരു പറച്ചിലുണ്ട്, എൻ്റെ കഷ്ടതകളിൽ എന്നോടൊപ്പം നിന്ന വ്യക്തികളെ എൻ്റെ വിജയത്തിൽ ഞാൻ ഒപ്പം നിർത്തും എന്നുള്ളത്. എൻ്റെ കഷ്ടതകളിൽ എന്നോടൊപ്പം കാണാതിരുന്നതായിട്ടുള്ള ആളുകൾ എൻ്റെ വിജയത്തിലും എൻ്റെ ഒപ്പം ഉണ്ടാവുകയില്ല. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു സംരംഭം ആരംഭിച്ച സമയത്ത് ഞാൻ ഓർക്കുകയാണ്. സംരംഭത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഞെരുങ്ങിയ അവസ്ഥയായിരിക്കും. കാരണം അവിടെ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ഹോപ്പും ഒപ്റ്റിമിസവും ഉണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ട്രയൽ ആൻഡ് എറേഴ്സിലൂടെ ചിലപ്പോൾ കടന്നു പോകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വന്നു ചേരാം. അപ്പം നമുക്ക് പ്രതീക്ഷിച്ച ഒരു റിട്ടേൺ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. അപ്പം ആ സമയത്തൊക്കെ പണത്തിനെ മാത്രം കാക്ഷിച്ചുകൊണ്ട് ഒപ്പം നിന്ന ആളുകൾ പെട്ടെന്ന് പോയി മറയും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കും.
ഈ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിന്നതായിട്ടുള്ള വ്യക്തികൾ പിന്നീട് അപ്രത്യക്ഷരായി പോയിട്ടുണ്ടെങ്കിലും അവരിപ്പോഴും ഒരുപക്ഷെ അന്ന് അവർക്ക് കിട്ടുന്നതായിട്ടുള്ള ആ സമയത്ത് പോയ സമയത്ത് കിട്ടിയ ആ ഒരു സാലറി ആ ഒരു ജീവിതത്തിൽ നിന്ന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കുകയില്ല. കാരണം ഇവരൊക്കെ പണത്തിനെ മാത്രം നോക്കി പോകുന്ന ആളുകൾക്ക് ഭയമുണ്ടാകും, അവർക്ക് റിസ്ക് എടുക്കാൻ പേടിയായിരിക്കും. അവരെപ്പോഴും സേഫ് സോണിൽ കഴിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് സാധാരണ രീതിയിലുള്ള ഒരു ജീവിതം മാത്രമാണ് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കുക. അവർക്ക് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു പണമോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യ പടവുകളിൽ ഒപ്പം ആരൊക്കെ ഉണ്ട് എന്നുള്ളതല്ല, നിങ്ങളുടെ ഞെരുക്കത്തിന്റെ സമയത്തും ആരൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് വരുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു തിരിച്ചടിയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം ഇറ്റ്സെൽഫ് ഒരു ഹാനികരമായിട്ടുള്ള കാര്യമല്ല, പക്ഷെ അഹങ്കാരം വരുന്ന സമയത്ത് നമുക്ക് അമിത ആത്മവിശ്വാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇമ്പൾസീവായിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകുന്നു, നമുക്ക് അഗ്രഷൻ ഉണ്ടാകുന്നു. ഈ അഹങ്കാരം എന്ന് പറയുന്നത് അതേ പ്രതി ഹാനികരം അല്ലെങ്കിൽ അതിൽ നിന്ന് ഉരുത്തിരിയുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉയർച്ചയിൽ നിന്ന് നമ്മളെ കുഴിയിലേക്ക് വീഴിക്കാനായിട്ട് പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. വിനയമാണ് സ്ഥിരമായിട്ടുള്ള ഉയർച്ചയുടെ രഹസ്യം എന്ന് പറയുന്നത്. ഞെരുക്കത്തിന്റെ സമയങ്ങളിൽ ജീവിതം നമ്മളെ രണ്ട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഒന്ന്, നമ്മുടെ ജീവിതത്തിനെ ഏതു പ്രതി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്, നമ്മുടെ ജീവിതത്തിനെക്കുറിച്ചും നമ്മളെക്കുറിച്ചിട്ടുമുള്ള സെൽഫ് ഇവാലുവേഷൻ. അതുപോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ചും നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചിട്ടുമുള്ള ഒരു ഇവാലുവേഷനും കൂടെ ജീവിതം നമുക്ക് നൽകുകയാണ്. അതുകൊണ്ട് ഞെരുക്കത്തിന്റെ സമയം ഉണ്ടാകുന്ന സമയത്ത് സംയമനത്തോടു കൂടി ശാന്തമായിട്ട് നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉയർച്ച ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു സന്ദേശം മിഥ്യയെ മാറ്റിക്കൊണ്ടുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് ഒരുമിച്ച് പോകുവാനായിട്ട് ഈ സത്യങ്ങൾ നമ്മൾക്ക് സ്വായത്തമാക്കാം. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ ഈ ഒരു മെസ്സേജ് ഈ ഒരു വാക്കുകളിലൂടെ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. തുടരുവാൻ വേണ്ടി നമസ്തേ.